ആ ഒരു ഷട്ടർ 2 ഷട്ടറിൽ തുടങ്ങിയ ആ സ്ഥാപനം 12 ഷട്ടർ ഷോറൂം ആക്കുകയും നമ്മളെ കുടുംബത്തിന് മൊത്തം ചെലവായിരുന്നത് കഴിയുന്നൊരു മാർഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് സ്വന്തം സ്ഥാപനം പോലെ കൊണ്ടുനടക്കുന്ന സിൽവാന്റെ ഫാമിലി എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിൽവാന്റെ സ്റ്റാഫുകളാണ്. എനിക്കും പാർട്ട്നേഴ്സിൻ്റെ ഒരുപാട് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ട് നമ്മളെ പറ്റിച്ചു പോയ ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. കസ്റ്റമർ സിങ്കിന് വന്നിട്ട് ആവശ്യമില്ലാതെ ഞങ്ങളെ കടയിലെ ഏറ്റവും മികച്ച സെയിൽസ്മാനെ ഏറ്റവും മോശമായ രീതിയിൽ തെറി വിളിച്ചു. ഹായ് എവരിവൺ, ഒരു ബ്രാൻഡ് ഉണ്ടായി വരുന്നത് ഒരുപാട് വർഷത്തെ എഫേർട്ടിലൂടെയാണ്. കൃത്യമായ കാഴ്ചപ്പാടിലൂടെ ഒരു വിഷനറി ആയിട്ടുള്ള ഒരു ലീഡറോ ഒരു പറ്റം ലീഡേഴ്സിൻ്റെയോ നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ബ്രാൻഡ് സ്റ്റുഡിയോ ഇത്തരം എസ്റ്റാബ്ലിഷ്ഡ് ആയ ബ്രാൻഡുകളെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനും ആ ബ്രാൻഡിൻ്റെ വിജയകഥകൾ പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ്. സോ ബ്രാൻഡ് സ്റ്റുഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും ഹൃദ്യപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇന്ന് ബ്രാൻഡ് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എമേർജിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഉടമയാണ്, ബ്രാൻഡിൻ്റെ ലീഡറെയാണ്. ആ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ആ ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മിസ്റ്റർ സിൽവാൻ മുസ്തഫ. സോ വെൽക്കം സർ. താങ്ക് യു. ബ്രാൻഡ് സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ അതിഥിയായി വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ വളരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ ഇത് വീഡിയോ കാണുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, വളരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഡിസ്കഷൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ്. അപ്പോൾ സിൽവാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഇതിൻ്റെ വളർച്ചയുടെ പിന്നിലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പാഷന്റെ പുറകിൽ ഓടുന്ന ഒരു ഓട്ടാണ്. അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, വീട്ടിലൊരു സിറ്റുവേഷനിൽ തുടങ്ങുന്നതാണ് ഈ സിൽവാൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മളിലേറെ കഴിവുള്ള ഒരു പറ്റും ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സിൽവാന്റെ ഏറ്റവും വലിയ മികവ്. ഇന്ന് സിൽവാൻ്റെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് സിൽവാന്റെ എല്ലാ പുതിയ ഡിസിഷനും പുതിയ മാർക്കറ്റിങ്ങും എല്ലാ തന്ത്രങ്ങളും പറഞ്ഞത്. നമ്മളതിന്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി. ഏതൊരു കമ്പനിയും, നിങ്ങളെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്, ഏതൊരു കമ്പനിയും ഓടണമെങ്കിൽ നമ്മളിലേറെ കഴിവുള്ള ആളുകൾ നമ്മളെ സ്ഥാപനത്തിലുണ്ടാവും. പല കച്ചവടക്കാർക്കും പേടിയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടും കഴിവുള്ള ആളുകളെ കൂടെ നിർത്താൻ പേടിയാണ്. ഇവൻ ചാടിപ്പോവുക അല്ലെങ്കിൽ ഇവനൊരു കോമ്പറ്റീറ്ററായി മാറുന്നുള്ളത്. ശരിക്കും ഈ നല്ല കഴിവുള്ള, നമ്മളെക്കാളും കഴിവുള്ള ആളുകൾ വരുമ്പോഴാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ നമ്മളെ സ്റ്റാഫായിട്ട് ഉണ്ടാവണം. കാരണം നമ്മൾ ട്രെയിൻ കൊടുത്ത് അവൻ നാളെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവൻ പോകുന്ന സമയം വരെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഓണ്ടർപ്രണർ പവറുള്ള ഒരാളാണ് നമുക്ക് സ്റ്റാഫായിട്ട് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മൾ കഴിവില്ലാത്ത ഒരാളെ കൊല്ലങ്ങളോളം ഓടിച്ചു കൊണ്ടുപോയാൽ നമ്മളെ സ്ഥാപനം അതുപോലെ തന്നെ ചടച്ചുകൊണ്ടാണ്. എന്നാണ് അവൻ വേറെ പോകുന്നത്, ഒരു പ്രശ്നമില്ല. പക്ഷേ അതുവരെ അവന് അത്രയും പവർഫുള്ളിലായിരിക്കും ഇത് കൊണ്ടുപോയിട്ടുണ്ടാവുക. അവിടെ നിന്നുള്ള തുടക്കം നമുക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി ആയിരിക്കും. പല ബിസിനസ്സുകാരും ഏറ്റവും വലിയ പേടി ഇതാണ്. അതിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇപ്പം നിങ്ങൾ തന്നിരിക്കുന്നത്. സോ ഈ ഒരു സിൽവാനിലേക്കുള്ളൊരു യാത്ര നിങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിൽവാനിലേക്കുള്ളൊരു യാത്ര തുടങ്ങാനുള്ള ഒരു സ്പാർക്ക് എവിടെ നിന്നാണ് ശരിക്കും കിട്ടുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ വീട് മൊത്തം ഒരു പ്രവാസി ഫാമിലിയാണ്. എന്നും ജ്യേഷ്ഠന്മാർ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയും, ഒരു 19 വയസ്സുള്ള എന്നോട് പറയും, നാട്ടിൽ എന്തെങ്കിലും തുടങ്ങണം, ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാനാണ് എന്ന് പറയും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നാട്ടിൽ എല്ലാ സാധനവും ഉണ്ട്, എന്ത് നോക്കുമ്പോഴും നാട്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെ എനിക്ക് എന്താ തുടങ്ങാൻ അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് വീട്ടിലൊരു പ്രതിസന്ധി വരുന്നത്. അതായത് ഞാൻ ഒരുപാട് ചർച്ച ചെയ്ത സംഭവം, ഒരു അസുഖമായിട്ട് വീട്ടിലെ ജ്യേഷ്ഠർക്ക് നാട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പിന്നെ നിവർത്തിയില്ലല്ലോ. കപ്പൽ കത്തിച്ച കഥയാണ്. കപ്പൽ കത്തിച്ച് കഴിഞ്ഞ് നേരെ മുന്നിലുള്ള ശത്രു സൈന്യമാണ്, ബാക്കിൽ കടലാണ്. അതേപോലത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ പുത്തനത്താണിയിൽ നമ്മളെ സുഹൃത്തിൻ്റെ ബിൽഡിങ്ങിൽ 2 ഷട്ടർ ഷോറൂമിൽ ഞാനും എൻ്റെ ബ്രദറും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് സിൽവാൻ എന്ന് പറഞ്ഞ സ്ഥാപനം. അവനക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അവൻ്റെ ആ മറ്റേ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതാണ്. പക്ഷേ ജ്യേഷ്ഠൻ നല്ല വിഷയമുള്ള ആളായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ പഠനം പാതി വഴി നിർത്തി ഗൾഫിലേക്ക് പോയപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ ഒരു ഷട്ടർ 2 ഷട്ടറിൽ തുടങ്ങിയ ആ സ്ഥാപനം 12 ഷട്ടർ ഷോറൂം ആക്കുകയും നമ്മളെ കുടുംബത്തിന് മൊത്തം ചെലവായിരുന്നത് കഴിയുന്ന ഒരു മാർഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജ്യേഷ്ഠനാണ് ഈ ഒരു സ്ഥാപനത്തെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ആദ്യത്തെ പങ്ക് വഹിച്ചത്. ഇതാണ് സിൽവാന്റെ വളർച്ച. ഇന്ന് ആ സ്ഥാപനം ഇന്ന് 5 കൺട്രികളിലായിട്ട് 25ഓളം സ്ഥാപനങ്ങളും 30 വെർട്ടിക്കലായിട്ട് 5 രാജ്യങ്ങളിലുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ന് സിൽവാൻ? സിൽവാൻ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട്, ചൈനയിലുണ്ട്, ബഹ്റൈനിലുണ്ട്, അതുപോലെ തന്നെ ദുബായിലുണ്ട്. ഇപ്പോൾ എത്യോപ്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഒരു പല ഭൂഖണ്ഡങ്ങളിലേക്കായിട്ട് സിൽവാന്റെ വളർച്ച എക്സ്പാൻഡ് ചെയ്ത് വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു ബ്രാൻഡ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് എപ്പോഴും, പ്രത്യേകിച്ച് ഒരു സംരംഭക കമ്മ്യൂണിറ്റിയിൽ ഒരു കോൺഫിഡൻസ് ആണ്. നമുക്കിതൊക്കെ സാധിക്കും. നമുക്ക് നിങ്ങളെ പോലത്തെ ആളുകളുടെ കോച്ചിങ്ങും അതുപോലത്തെ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മളെ പ്രചോദനമാണ്. കാരണം ഈ റെഡ് സീ കിടന്ന് നീന്തി തുടിച്ച് ബുദ്ധിമുട്ടാവാതെ ബ്ലൂ സീയിലേക്ക് പോകുന്ന പറയുമ്പോൾ, ബ്ലൂ സീ എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ വെർജിൻ ആയിട്ടുള്ള 56 രാജ്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കളിക്കുന്ന കളി കുറച്ച് മാറ്റി കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ 10 കൊല്ലം കൊണ്ട് കളിക്കുന്നത് 1 കൊല്ലം കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് തേടി പോവാൻ നമ്മളും കാത്തിരിക്കില്ല.
ഓക്കെ, സോ നിങ്ങളുടെ ഈ ബിസിനസ് വളർച്ചയിൽ ഏറ്റവും വലിയ പിന്തുണ ആരൊക്കെയാണ്? ബിസിനസ്സിൽ ടീം ഉണ്ടാവും, മറ്റു കുറെ ആളുകളുണ്ടാവും. ആരൊക്കെയാണ്? ആ പിന്തുണയുടെ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് ബിസിനസ് വളർച്ച? ഒരു ബിസിനസ് ജേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴായിട്ട് പല പിന്തുണകളാണ് വന്നുകൊണ്ടിരിക്കുക. തുടക്കത്തിൽ നമുക്ക് ഏറ്റവും വലിയ പിന്തുണ ഉണ്ടായിരുന്നത് ഉമ്മനായിരുന്നു. ഉമ്മ അതിൽ എഴുതാനും വായിക്കാൻ അറിയാത്ത ആളാണ്. പക്ഷേ നമ്മളെ ബിസിനസ്സിൽ വരുന്ന ക്യാഷുകൾ എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്ത ഒരാളാണ് ഉമ്മ. പിന്നീട് നമുക്ക് ബ്രദേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ബിസിനസ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് അതിലേക്ക് പാർട്ട്ണറായിട്ട് നമ്മളെ മനസ്സറിയുന്ന ആളുകൾ, അതേ വൈബിൽ ചിന്തിക്കുന്ന ആളുകൾ വന്നത്. പാർട്ട്ണർമാർ വന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്തു, ഒരേ വേയിൽ കൊണ്ടുനടക്കാൻ പറ്റി. ഇന്ന് സിൽവാന്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 10 ലക്ഷം കസ്റ്റമർ തന്നെയാണ്. അവരെ നമ്മളിലേക്ക് എത്തിക്കുന്ന ആർക്കിടെക്റ്റും ഇന്റീരിയർ ഡിസൈനേഴ്സും അതുപോലെ എഞ്ചിനീയേഴ്സും വർക്കേഴ്സും ഒക്കെ ഇന്ന് സിൽവാന്റെ നട്ടെല്ലുകളാണ്. അത് നമ്മളെ കൂടെ നിൽക്കുന്ന സ്വന്തം സ്ഥാപനം പോലെ കൊണ്ട് നടക്കുന്ന 25 ബ്രാഞ്ചിലൊന്നും നമുക്ക് പോക്ക് നടക്കില്ല. ഒരു ബ്രാഞ്ചിൽ 2 പ്രാവശ്യം പോയ ഒരു മാസത്തിൽ 30 ദിവസമുള്ളൂ. അപ്പോൾ അത് സ്വന്തം സ്ഥാപനം പോലെ കൊണ്ട് നടക്കുന്ന സിൽവാന്റെ ഫാമിലി എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിൽവാന്റെ സ്റ്റാഫുകളാണ് നമ്മളുടെ. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പല സംരംഭകർക്കും പാർട്ട്നേഴ്സിനെ വെക്കാൻ പേടിയാണ്. ഇപ്പോൾ നിങ്ങളതേ ഇൻഡസ്ട്രിയിലുള്ള കുറേ ആളുകൾ എൻ്റെ ക്ലയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴും പറയും ഫാമിലി ബിസിനസ് തുടങ്ങിയതാണ് മറ്റൊക്കെയാണ്, പക്ഷേ പാർട്ട്നേഴ്സിന് എനിക്ക് പേടിയാണ്, പാർട്ട്നേഴ്സിനെ വെക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും വളർച്ച അവിടെ തന്നെ ഇങ്ങനെ മുരടിച്ച് കിടക്കുന്നുണ്ട്. സോ എങ്ങനെയാണ് ഈ പാർട്ട്നേഴ്സിനെ സക്സസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? പലയിടത്തും പാർട്ട്ണർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് നല്ലോണം അറിയാം. സോ ഈ പാർട്ട്ണർ മാനേജ്മെന്റ് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ തമാശക്ക് പറയും ബിസിനസ്സിൽ MBA എടുക്കാൻ വലിയ പാടൊന്നുമില്ല, കോളേജിൽ പോയി എടുക്കുക. പാർട്ട്ണർമാരുടെ ഡീലിങ്ങിൽ MBA എടുക്കൽ വലിയ പാടാണ്. ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്ന, എനിക്കും പാർട്ട്നേഴ്സിൻ്റെ ഒരുപാട് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ട് നമ്മളെ പറ്റിച്ചു പോയ ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, എന്നും ഒരുപോലെയല്ല. നമുക്ക് ഒറ്റയ്ക്ക് തിങ്ക് ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ നമ്മളെ യാത്രകളിലൊക്കെ ഒരു പാർട്ട്ണറായിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പം എൻ്റെ യാത്രയിൽ എപ്പോഴും എൻ്റെ പാർട്ട്ണർ കൂടെ ഉണ്ടാവും. നമുക്ക് പുതിയൊരു ഐഡിയ കണ്ടാൽ ഒരുപക്ഷെ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഐഡിയ ആയിരിക്കും. ഒന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതേ വേവ് ലെങ്ത്തുള്ള ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മളുടെ ഈ ഒരു പുഷിന് വേറെ ഒരു തള്ളും കൂടെ വരുമ്പോൾ കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ, നല്ല വൈബുള്ള പാർട്ട്ണർമാരുണ്ട്. എനിക്കിപ്പോൾ നമ്മൾ അലാമാൾ മുതൽ നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചങ്കാളാണ്. നമ്മുടെ ലൈഫിൽ ഞാനിപ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ നിന്ന് പോയില്ലെങ്കിലും എൻ്റെ പാർട്ട്ണറെങ്കിലും പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണെങ്കിൽ എന്തെങ്കിലും ഞാനൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ എൻ്റെ ബ്രാഞ്ച് മൊത്തം ഡൗൺ ആവും. ഇത് നമ്മൾ ഡൗൺ ആകുമ്പോൾ നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ പറ്റുന്ന, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞാൽ പാർട്ട്ണർ നന്നായാൽ ബിസിനസ്സിൽ വേറെ ഒന്നും നോക്കണ്ട. ഞാൻ മനസ്സിലാക്കിയ ഒരു പാർട്ട്ണർ. ഈ നല്ല പാർട്ട്നേഴ്സിനെ എങ്ങനെ കണ്ടെത്തും? ശരിക്കും അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. നല്ല പാർട്ട്നേഴ്സിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് ചോദ്യമാണ്. അതിലേറെ നല്ലത് നമ്മൾ നല്ലൊരു പാർട്ട്ണർ ആയാൽ മതി എന്നുള്ളതാണ്. ഞാൻ നല്ലൊരു പാർട്ട്ണർ ആയാൽ ഒബ്വിയസ്ലി എന്റെ അപ്പുറത്തിരിക്കണമെന്നും ഓട്ടോമാറ്റിക്കലി എന്റെ സ്വഭാവം പഠിച്ച് നന്നാവുന്നുള്ള. എങ്ങനെയാണ് ഒരു നല്ല പാർട്ട്ണറെ സൃഷ്ടിച്ചെടുക്കുക? നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്? നമ്മൾ ഏത് കാര്യങ്ങളും വ്യക്തത ഉണ്ടായിരിക്കണം, കൃത്യതയും വ്യക്തത ഉണ്ടായിരിക്കണം. അത് എന്താ പറയാ, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതിന് പകരം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ കമ്പനിയുടെ ലാഭത്തിനും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ അത് കണ്ട് കൂടെ വരുന്ന പാർട്ട്ണർ അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ആളല്ലെങ്കിൽ പോലും തുടർച്ചയായി കണ്ട് ചാരിയാൽ ചന്ദനം മണക്കുന്നു പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. നമ്മൾ സത്യസന്ധനാണെങ്കിൽ അയാളും കുറച്ച് കഴിയുമ്പോൾ അറിയാതെ ആവേണ്ടി വരും. അതാണ് ഏറ്റവും രസം. അപ്പൊ നമ്മൾ സത്യസന്ധനാവാം, നമ്മൾ നല്ല വ്യക്തിയാവാം, നമ്മൾ നല്ല പാർട്ട്ണർ ആവാ എന്നുള്ളത്. എങ്ങനെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താനൊക്കെ നന്നാക്കാതൊക്കെ പറയില്ല. ആദ്യം നമ്മൾ നന്നാവുക, പിന്നെ കുടുംബം നന്നാക്കുക, പിന്നെ സമൂഹം നന്നാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ പാർട്ട്ണർ എന്നുള്ള, നമ്മൾ സാധാരണ അധികം നമ്മൾ കേട്ടുള്ള ഏത് ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ആകെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ എന്നെ വഞ്ചിച്ചു, എൻ്റെ പാർട്ട്ണർ എന്നെ ചതിച്ചു. ആക്ച്വലി ആ പാർട്ട്ണറോട് പോയി ചോദിച്ചാലും അയാളും പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പാർട്ട്ണർഷിപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം. സത്യത്തിൽ രണ്ടാളും ആരെയും വഞ്ചിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇവരൊന്നും ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല പ്രോപ്പറായിട്ട്. അതാണ് ഏറ്റവും വലിയ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എൻ്റെ പാർട്ട്ണർ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരിക്കലും പാർട്ട്ണർ ആയതല്ല, എൻ്റെ പാർട്ട്ണറാണ് ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. അത് എന്തും പറയാം, ബിസിനസ്സിലപ്പുറം എന്തും പറയാൻ പറ്റും. അതാണ് ഒരു ബന്ധത്തിൽ. തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നതാണ് ബിസിനസ്സിലെ സ്റ്റാഫ്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും കഴിവുള്ള സ്റ്റാഫ്, ആത്മാർത്ഥതയുള്ള സ്റ്റാഫ്, ഓൺട്രപ്രണർ കപ്പാസിറ്റി ഉള്ള സ്റ്റാഫ്. പക്ഷെ ഇവരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് 100 കണക്കിന് സ്റ്റാഫ് ഉണ്ടാവും, പല 25ഓളം ബ്രാഞ്ചുകളിലായിട്ട്. ഈ സ്റ്റാഫ് മാനേജ്മെന്റ് ആണ് പലപ്പോഴും ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. പല സംരംഭകരോട് ചോദിക്കാൻ പറയാറുണ്ട്, സ്റ്റാഫ് മാനേജ്മെന്റ് സ്റ്റാഫിനെ കൊണ്ടെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പൂട്ടി നിർത്തിപ്പോയി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
എങ്ങനെയാണ് ഈ സ്റ്റാഫിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത്? അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് സിൽവാൻ പ്രാക്ടീസ് ചെയ്യുന്നത്? ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. കഴിവിലപ്പുറം നല്ല വ്യക്തികളെ, ഒരു നല്ലൊരു സ്റ്റാഫിന്, ഒരു വ്യക്തിനെ നമ്മൾ സ്റ്റാഫായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങളെ കസാഖ് ബംഗാളി പോലെയുള്ള കഴിവുള്ള ആളുകളെ കൊടുത്താൽ അവരെ നമുക്ക് ക്രീമാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഒരു നല്ലൊരു വ്യക്തിയല്ല ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വേറെ ആര് വന്നാലും അവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇവരുടെ വീടിൻ്റെ പശ്ചാത്തലം, നമ്മൾ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് അവരുടെ ക്വാളിഫിക്കേഷനപ്പുറം അവരുടെ വീടിൻ്റെ പശ്ചാത്തലം, അവരുടെ സൗഹൃദ വലയങ്ങൾ, അവരുടെ സ്വഭാവം ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് ഇത് എഫക്റ്റീവായിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു സ്റ്റാഫിനെ എടുക്കുന്നതിന് അവരുടെ കുടുംബത്തിലും എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അത് നമുക്ക് പണ്ടൊക്കെ ഇപ്പം ഇങ്ങനെ പറയാൻ പറ്റുമെന്നല്ല, പണ്ടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ, സംസാരത്തിൻ്റെ ഇടയിൽ അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ വാങ്ങി നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ എങ്ങനെയുണ്ട്, നിങ്ങളെ റീച്ച് എത്തുമോ, നിങ്ങൾ സോഷ്യൽ മീഡിയ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് വാങ്ങും. പിന്നെ നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ജസ്റ്റ് ചെറിയ സമയം കൊണ്ട് അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അവരെ പെർമിഷനോട് കൂടെ അവരുടെ സോഷ്യൽ മീഡിയ നമ്മൾ വാങ്ങും, എന്നിട്ട് നമ്മൾ നോക്കും. അപ്പോൾ അതിലറിയാം ചിലർ വളരെ മോശമായിട്ട് പ്രതികരിക്കുന്ന ആളുകളായിരിക്കും, എന്തിനും അങ്ങനെ നമ്മളൊരു കൂട്ടത്തിൽ കൊടുത്തു വെച്ചാൽ ആ കൂട്ടം മൊത്തത്തിൽ മോശം. ഇപ്പോൾ നമ്മൾ സിൽവാനിൽ കൊടുക്കുന്ന നമ്മൾ ഒരു സ്റ്റാഫും ഒരാളെ മുന്നിലും ഭാര്യ പ്രസവിക്കുക, അമ്മ ഹോസ്പിറ്റലാവുക, വീട്ടിലാരെയും കിടപ്പിലാവുക, കല്യാണം വരികയാണെങ്കിൽ കൈ നീട്ടൂല. സിൽവാനിലുള്ള സകല സ്റ്റാഫുകൾക്കും ഫ്രീ ആയിട്ട് അവർക്ക് പലിശരഹിത ലോൺ കൊടുത്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ. മാത്രമല്ല അവരുടെ സാലറിയിൽ നിന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഏതൊരാളും സ്വാഭാവികമായിട്ട് സാലറി കിട്ടുന്നുണ്ടാവും, എൻജോയ് ചെയ്യുന്നുണ്ടാവും, ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടാവും. പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും വരുമ്പോഴാണ് അവൻ പെട്ടുപോകുക. അവൻ സെക്യൂർ ആണ്, അവൻ സേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കമ്പനി അവൻ്റെ സ്വന്തം കമ്പനിയാവും. അതാണ് സിൽവാനിൽ ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടിയിട്ട് പുറത്തു പോകുന്ന സിൽവാൻ സ്റ്റാഫുകളില്ല. ആകെ 3 സ്റ്റാഫുള്ളത്. സ്വഭാവ ദൂഷ്യം കൊണ്ട് പുറത്താക്കിയതും, പുതിയ ഗൾഫിലേക്ക് ഓപ്പർച്യൂണിറ്റി പോയവരും, സ്വന്തമായിട്ട് ഏർപ്പാട് തുടങ്ങാൻ പോയവരും അല്ലാതെ മറ്റത് കുറവാണ്. കുറവാണ്. വെരി ഗുഡ്, നല്ലൊരു ലേണിംഗ് ആണ് അത്. യെസ്. പിന്നെ ഒരു സിൽവാൻ എന്ന് പറയുന്നൊരു ബ്രാൻഡ് നന്നായിട്ട് എസ്റ്റാബ്ലിഷ്, കുറഞ്ഞ സമയം കൊണ്ടാണ് സിൽവാൻ ശരിക്കും നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് സിൽവാൻ മുസ്തഫ എന്ന് പറയുന്ന പേഴ്സണൽ ബ്രാൻഡിങ്ങും കൂടിയാണ്. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് എങ്ങനെ എഫക്റ്റീവായിട്ട് നേടിയെടുക്കാം? ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത്. ഇന്നെല്ലാവരും വരും. ഞാൻ ആ തുടങ്ങിയ സമയത്തൊക്കെ സത്യത്തിൽ കുറച്ച് ആളുകൾ മാത്രം, നമ്മൾ പണ്ട് കേട്ട നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രൻ സാറും അങ്ങനെ കുറച്ച് ആളുകളൊന്നും അല്ലാതെ വേറെ അധികം ആളുകളൊന്നും ഇല്ല. ആ സമയത്ത് നമ്മൾ ഒരുപാട് ആളുകൾ ബ്രാഞ്ചി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ്, ഇത് എൻ്റെ പ്രൊഡക്റ്റാണ്, ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കോളി, ഞാൻ ഗ്യാരണ്ടി എന്ന് ഒരു കടയുടെ ഓണർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ, ഒന്ന് അയാളെ കട അടക്കാൻ പോകുന്ന കട ആയിരിക്കണം, അല്ലെങ്കിൽ ആ കട കാലാകാലം നിലനിർത്തുകയും ഈ പ്രൊഡക്റ്റ് എന്നും സർവീസ് ചെയ്യാൻ ധൈര്യമുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ സ്വന്തം ബ്രാൻഡ് വെച്ചിട്ട് ഒരിക്കലും ഒരു ഫേക്ക് പ്രൊഡക്റ്റ് ഒരിക്കലും കണ്ടുപിടിച്ച് ചെയ്യില്ല. അപ്പോൾ സെൽഫ് ബ്രാൻഡിങ് ഉള്ള സ്ഥാപനങ്ങളിൽ അവിടെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഗുഡായിരിക്കും എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവർ അത്രയും സോഷ്യൽ മീഡിയ ലൈവായി നിൽക്കുകയാണ്. അവിടെ മോശമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയാണ് നേരെ ബൂമറാണേക്കാരം തിരിച്ചു കിട്ടും. അതറിയുന്നതുകൊണ്ട് തന്നെ സെൽഫ് ബ്രാൻഡിങ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എത്തിയതല്ല, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിപ്പെട്ടതാണ്. പക്ഷേ ബിസിനസ് ഗ്രോത്തിൽ സെൽഫ് ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ സെയിൽസ് കൂട്ടാൻ എന്താണ് ശരിക്കും, പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സെയിൽസ് കൂട്ടാൻ കഴിയുന്നില്ല, സെയിൽ കൂടുന്നില്ലെന്ന്. സെയിൽസ് കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും? സെയിൽസ് കൂട്ടാൻ എന്താ ചെയ്യുന്നത് ഒരു വളരെ വലിയൊരു ചോദ്യമാണ്. പക്ഷെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ സർവീസ് മെച്ചപ്പെടുത്തുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സർവീസ് മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയും സർവീസ്. എന്താണ് സർവീസ് എന്നുള്ളതാണ്. ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മൂമെൻ്റാണ് ഞങ്ങളൊക്കെ കസ്റ്റമറായിട്ട് വരുന്നത് വീടിൻ്റെ. അപ്പോൾ പൊതുവേ ആ കസ്റ്റമർ പ്രഷറിലായിരിക്കും, സാമ്പത്തികമായിട്ട് പ്രശ്നമായിരിക്കും, പണി കഴിയാത്ത പ്രശ്നമായിരിക്കും, ഹൗസ് വാമിങ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന് പല സമയത്തും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മോട് പ്രഷറായിരിക്കും. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് അദ്ദേഹത്തെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബിസിനസ്. അങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നമ്മളെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു കസ്റ്റമർ സിങ്കിന് വന്നിട്ട് ആവശ്യമില്ലാതെ ഞങ്ങളെ കടയിലെ ഏറ്റവും മികച്ച സെയിൽസ്മാനെ ഏറ്റവും മോശമായ രീതിയിൽ തെറി വിളിച്ചു. ഒരേ പുഞ്ചിരിയോടെ സ്വീകരിച്ച് സോറിട്ടോ നിങ്ങൾക്ക് വിഷമമായ സാധ്യത എല്ലാവരോട് ഇയാൾ വണ്ടി എടുത്ത് വളാഞ്ചേരി കഴിഞ്ഞ് അയാൾ പൂക്കാട്ടിലെത്തിയപ്പോൾ അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് മാപ്പ് പറഞ്ഞു, ഞാൻ എൻ്റെ പേരിലെ പ്രശ്നങ്ങൾ എന്നെ ചെയ്തതാണ്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. ശരിക്കും ചില ബിഹേവിയർ അങ്ങനെയാണ്. ഗാന്ധിജിയൊക്കെ കാണിച്ച പോലെ അതിന് അപ്പുറം നമ്മൾ സെയിൽസ്മാൻ തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ദേഷ്യം വേറെ രീതിയിൽ മോശമാവും. വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്തോണ്ട് ഇയാൾ തിരിച്ചു വന്നു, മാപ്പ് പറഞ്ഞു, അവരെ കെട്ടിപ്പിടിച്ചു. ഞങ്ങളെ സ്റ്റൈൽ സ്റ്റാഫിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് എൻ്റെ സ്വഭാവം മാറ്റിയെടുത്തതെന്ന് പറഞ്ഞു.
അത് നമുക്ക് കിട്ടുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞ സർവീസ് എന്ന് പറഞ്ഞാൽ. എന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കാന്നുള്ളതല്ല, ആ പ്രഷർ ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവുക. അതൊന്നും ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. സോ അത് തന്നെയാണ് സെയിൽ കൂട്ടാൻ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. യെസ്, ഇപ്പോൾ സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ശരിക്ക് എന്താണ്? സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കൺസൾട്ടൻസ്. അതായത് നമ്മുടെ സ്റ്റാഫുകൾ ഓരോരുത്തരും ആ പ്രൊഡക്റ്റിൽ വെൽ നോളജുള്ള ആളുകളാണ്. നല്ല ട്രെയിനിങ് കിട്ടിയ നല്ല പ്രൊഡക്റ്റ് നോളജുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലൊരു ചിത്രമുണ്ട്, എങ്ങനെ സിൽവാനിലേക്ക് കയറുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ അവർക്ക് എത്തിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പ് സ്റ്റാഫ് ഞങ്ങൾക്കുണ്ട്. അവിടെ വരുന്നവരൊക്കെ ഹാപ്പി ആയി പോകുന്നതുകൊണ്ട് തന്നെ സിൽവാൻക്ക് സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമറെ തരുന്നത്. അത് കഴിഞ്ഞാൽ സിൽവാൻക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമറെ കിട്ടുന്നത് റെഫറൻസ് കസ്റ്റമർ വന്ന കസ്റ്റമറുടെ കുടുംബക്കാരെ ഈ സ്റ്റാഫിന്റെ പേര് വിളിച്ച് അവർക്ക് കൊടുത്തായിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പല ബിസിനസ്സുകാരും ഈ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ്. സ്റ്റാഫിന് വെറുതെ പൈസ കളയേണ്ടത്. പക്ഷേ ഇന്റീരിയർ ഡെക്കറേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറേ പൈസ ചിലവാക്കും. പക്ഷെ സ്റ്റാഫ് ട്രെയിനിങ്ങിന് ഒരു ഉറപ്പ് ചിലവാക്കില്ല. സ്റ്റാഫ് ഡെവലപ്മെന്റിന് അതും ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിലുള്ള ഏതൊക്കെയോ ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെ നിർത്തും. അതിനൊന്നും ഒരു പ്രശ്നവും ഫീൽ ചെയ്യാത്ത ആളുകളുണ്ട്. സോ ഈ ഒരു സ്റ്റാഫ് ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റാഫിനെ എംപവർ ചെയ്യുന്നതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു ബിസിനസിന്റെ ഗ്രോത്തിന്? ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണണം സ്റ്റാഫ് ട്രെയിനിങ്. എക്സ്പെൻസ് ആയിട്ട് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താ നമ്മളെ ഒരു പ്രൊഡക്റ്റ് അത് വേണ്ട രീതിയിൽ അത് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരാളെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ട്രെയിനേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് അവർ ഒരുപാട് കോച്ചിങ് കഴിഞ്ഞിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് കിട്ടിയ ഒരു സ്റ്റാഫ് വിൽക്കുന്ന സാധനവും ഒന്നും പരിചയമില്ലാത്തൊരു സ്റ്റാഫ് വിൽക്കുന്ന സാധനവും യഥാർത്ഥത്തിൽ വാങ്ങുന്ന കസ്റ്റമറിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്തവൻ കൊടുത്താൽ ഒരുപാട് നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ അവൻ്റെ വീട്ടിലേക്ക് സൂട്ടബിൾ അല്ലാത്ത സാധനം വരെ കൊടുക്കും. ഞാനൊരു ദിവസം ബില്ല് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴല്ല തുടക്കത്തിൽ, ഗ്ലോസി ടൈൽസ് ബാത്റൂമിന്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാഫ്. അത് അദ്ദേഹം വാങ്ങിയിട്ടുമുണ്ട്. എനിക്കിത് അറിയുന്നതുകൊണ്ടും എനിക്ക് ട്രെയിനിങ് കിട്ടിയതുകൊണ്ടും ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങളെ ബാത്റൂമിന്റെ ഫ്ലോറിൽ ഒരിക്കലും ഗ്ലോസ് ഇടരുത്, പിന്നെ കൊട്ടക്കൽ ആരോഗ്യശാലയിൽ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് മാറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ കഴിവില്ലാത്ത സെയിൽസ്മാൻമാരാണെങ്കിൽ ഇത് സംഭവിക്കും. അത് ട്രെയിനിങ് ആയിട്ടുള്ള ആളായിരുന്നു. അന്നാണ് ഞാൻ മനസ്സിലാക്കി സ്റ്റാഫിന് ട്രെയിനിങ് അത്യാവശ്യമാണ്. കസ്റ്റമറെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളെപ്പോലെ കസാഖ് ബെഞ്ചിലൊക്കെ കേരളത്തിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പാണ്. നമ്മൾ നിങ്ങളെ വീഡിയോ കാണലുണ്ട്, ആ എനർജി കാണലുണ്ട്. ആ സത്യത്തിൽ അത് നിങ്ങൾ സ്റ്റാഫ്, നമ്മളെ സ്റ്റാഫുകളായാലും ആർക്കായാലും അത് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഒരു എനർജി കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ വേണം. തണുത്തിരിക്കുന്ന ആളുകളെ മുന്നിൽ കസ്റ്റമർ ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല. ഇന്നിപ്പോൾ സിൽവാൻ ഏതൊക്കെ വെർട്ടിക്കലിലാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിൽവാൻ ഇപ്പോൾ 360 ഡിഗ്രിയാണ്. ഏകദേശം ഒരു വീടിന്റെ സ്റ്റീൽ ആൻഡ് സിമെന്റ് സിൽവാൻ ഉണ്ട്. സിൽവാൻ അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ സിൽവാൻ ടൈൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാർബിൾ വേണമെങ്കിൽ മാർബിൾ ഉണ്ട്. പിന്നെ സാനിറ്ററി CP ഫിറ്റിംഗ്സ്. അതെല്ലാം കഴിഞ്ഞിട്ട് സിൽവാന്റെ ഇന്റീരിയർ ഡിവിഷൻ, ഇന്റീരിയർ ഫാക്ടറി ഉണ്ട്. വീടിന്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അതും ഇന്ത്യയിലെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഉപയോഗിക്കുന്ന AI ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് സിൽവാൻ AI ടെക്. ഇതിന്റെ പ്രത്യേകത ചൈന ബേസ്ഡുള്ള സോഫ്റ്റ്വെയർ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സിൽവാൻ AI ടെക് എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പണ്ടൊരു ഡിസൈൻ ചെയ്താൽ 30 ദിവസം 15 ദിവസം കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 3D പിക്ചർ കിട്ടുക. ഇത് 30 മിനിറ്റ് കൊണ്ട് റെൻഡർ ചെയ്ത് VR വെച്ച് അവരുടെ പുതിയ വീട് പോയി കാണാൻ ചെയ്യാൻ പറ്റുന്ന പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന AI ടെക്കിന്റെ ഇന്റീരിയർ ഡിവിഷനും ഉണ്ട് സിൽവാൻ. അതുപോലെ ലൈറ്റിന്റെ ഡിവിഷൻ ഉണ്ട്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എല്ലാ ഭാഗത്തും. ഓൾറെഡി കഞ്ഞിപ്പുറ വന്നാൽ തന്നെ ഈ 5 ഡിവിഷൻ ഉണ്ട്. ഓൾ കേരളയിലുള്ള എല്ലാ സിൽവാനിലും ഇതെല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ്സുകാർ പലപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയാണ്, എൻ്റെ ബിസിനസ്സിൽ സിസ്റ്റം ശരിയാവില്ല, നമ്മളില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല, ഞാൻ അവിടെ തന്നെ വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ 25 ഷോപ്പുകളായിട്ട് ഇന്ന് സിൽവാൻ വളർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങളിൽ? ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല, സ്റ്റാഫ് പണിയെടുക്കില്ല, നമ്മളെ കണ്ണ് വേണം, നമ്മളെ കണ്ണില്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽ ബിസിനസ്സിൽ പറയുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് 25 ആളുകളെ കൊണ്ടുവരുന്നത്? എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ അതിനകത്ത്? ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ, ഞാൻ ഗൾഫ് നിർത്തി വരുമ്പോൾ എൻ്റെ ജേസ്റ്റന് ഒരു ഷോറൂം മാത്രമുള്ള ആ ഷോറൂമിൽ നിന്ന് 3 മണിക്കൊക്കെ വീട്ടിലേക്ക് ചോറ് കഴിക്കാൻ പോവുക. അത്രയും ആത്മാർത്ഥമാണ്. മൂപ്പര് എന്നെ തുറക്കണം, മൂപ്പര് ചോറ് കഴിക്കാൻ പോലും സമയം മാറിയിട്ടാണ് പോവുക. അങ്ങനെയുള്ള ആ സ്ഥാപനത്തെ സിസ്റ്റമാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാടുപെട്ടു. നിങ്ങൾ ഈ പറയുന്ന സംഭവം പറയുമ്പോൾ ജേസ്റ്റനോട് പറയും ഞാൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന്. ഇന്ന് ഞാനീ പറയുമ്പോൾ അയാൾ ഞങ്ങളെ പല ബ്രാഞ്ചിലും ആ ജ്യേഷ്ഠം പോയിട്ട് 8 മാസമായിട്ടുണ്ടാവും.
ഒരു കൊല്ലമായിട്ട് പോവാത്ത ബ്രാഞ്ചുകളുണ്ട്. സിസ്റ്റത്തിലേക്ക് മാറിയപ്പോഴുള്ള സുഖം അദ്ദേഹം ആസ്വദിക്കണം. പക്ഷെ ആദ്യത്തെ ഒരു ആ ഐസ് ബ്രേക്ക് എന്ന് പറയുക ആ സാധനം കട്ട് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടല്ലോ. ഇന്ന് സിസ്റ്റത്തിലേക്ക് മാറി കഴിഞ്ഞതിന് ശേഷം ഞാനടക്കം എല്ലാ ബ്രാഞ്ചിലും പോകുന്നില്ല. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളായിട്ടൊരു മീറ്റിംഗ് വന്നപ്പോഴാണ് കാലിക്കറ്റ് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുന്നത്. വിസിറ്റ് ചെയ്തിട്ട് 3 മാസമായി. ആവശ്യമില്ലായിട്ടുള്ള എന്റെ ആവശ്യമില്ല ആക്ച്വലി അത്രത്തോളം റൺ ചെയ്യുന്നു. സിസ്റ്റം മോണിറ്റർ ആണ് നമുക്ക്, സിസ്റ്റം ഡ്രൈവർ കമ്പനി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ തേടിയിട്ട് പുതിയ ഭൂഖണ്ഡങ്ങളിൽ തേടി പോകാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഞങ്ങൾക്ക് ബിനാക്ക് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറയുന്നൊരു കൺസൾട്ടൻസി ഫേം ഉണ്ട്. അപ്പോൾ അവിടെ പ്രൊജക്റ്റിന് നമ്മൾ പല ക്ലയന്റിനെയും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഇതൊന്നും ഒരിക്കലും നടക്കൂല, ഇത് ശരിയാവില്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ഒരു ബിസിനസ്സിൽ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഞാൻ അത്ര എക്സ്പെർട്ട് ആയിട്ട് പറയാൻ ആളല്ല, എന്നാൽ പോലും ഞാനൊരു കാര്യം പറയും. എനിക്ക് പരിചയമുള്ള ബിസിനസ്സുകാരുണ്ട് ദുബായിലൊക്കെ ജോലി ചെയ്യുന്നത്, ഇഷ്ടം പോലെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബിസിനസ്സിൽ നിന്ന് പുറത്ത് പോയിട്ട് ഭാര്യൻ്റെ കൂടെ ഒരു കോഫി കുടിച്ചിട്ടുണ്ടാവില്ല. കോടികൾ ഇനി എന്ത് ചെയ്യണമെന്നല്ല. ഏറ്റവും രസകരമായി പറയട്ടെ, ഒരാൾ ഒരു ഗ്രോസറി മാത്രം നടത്തിയിട്ട് പുത്തനത്താണിക്കുള്ള ഒരു ബാങ്കിൽ ഏറ്റവും കൂടുതൽ FD ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹം കുടുംബമായിട്ട് നല്ല പോലെയല്ല. പിന്നെന്തിനീ കാശ്? ഈ ബിസിനസ് സിസ്റ്റം ആക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അദ്ദേഹത്തിന് ലൈഫ് കൊടുക്കണമെന്ന് അർത്ഥം. ഫ്രീഡം. ആർക്കും ബിസിനസ് ചെയ്യാം എന്ന് കരുതി കുടുംബം എല്ലാവരും ബിസിനസ് ചെയ്തിട്ട് കാര്യമല്ലോ. ആരോഗ്യമില്ലാതെ. ഏറ്റവും രസകരമായിട്ടുള്ള ഇപ്പൊ ഞാനിപ്പോ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫിൽ ഈ ബിസിനസ് സിസ്റ്റം ആകുന്നതോട് കൂടെ അദ്ദേഹത്തിന് ബിസിനസ്സും കിട്ടുന്നുണ്ട്, സമ്പത്തും കിട്ടുന്നുണ്ട്, കുടുംബവും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഏറ്റി നടന്നിട്ട് സമ്പത്ത് ഉണ്ടാവും, അതിന് ബാക്കിൽ നഷ്ടപ്പെടുന്ന കുടുംബവും ആയുസ്സും ലൈഫും. അതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഇതിന് അങ്ങനെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ, അത് അനുഭവിക്കണം. ക്യാഷ് ഉണ്ടാക്കി അത് ആസ്വദിക്കാൻ കഴിയാതെ അതിനുശേഷം വരുന്ന തലമുറ ധൂമാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ ഈ പല പ്രൊജക്റ്റ് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അലമ്പായി ഈ പറഞ്ഞ പോലെ 3 മണിക്കും 4 മണിക്കും ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ രാത്രി 12 മണി 1 മണി വരെ ഷോപ്പിൽ കിടന്നിട്ട് മര്യാദക്ക് ഉറക്കം കിട്ടാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഈ സിസ്റ്റം ബിൽഡ് ചെയ്ത് ഫ്രീഡം എൻജോയ് ചെയ്യുമ്പോഴാണ് ഇത് ഇത്രയൊക്കെ എളുപ്പമായിരുന്നു അല്ലേ, ഞാൻ വിചാരിച്ചത് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഗൾഫിൽ നമ്മുടെ മറ്റേ മെഡിക്കൽ എക്യുപ്മെന്റ്സ് സെയിൽ ചെയ്യുന്ന ആളാണ്. ഭയങ്കര സെയിൽ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇയാൾ വെണ്ടർ ലിസ്റ്റിലുണ്ട്. എല്ലായിടത്തും ദുബായ് ഗവൺമെന്റിലൊക്കെ വെണ്ടർ ലിസ്റ്റിലുണ്ട്. നല്ല ബിസിനസ്. അമേരിക്കന്റെ 1-2 മെറ്റീരിയൽസിന്റെ ഫ്രാഞ്ചൈസ് ഇയാൾക്കാണ്. അതുകൊണ്ട് തന്നെ ഷാർജയിലുള്ള ഇയാളെ ഗോഡൌണിന്റെ റെന്റ് വരെ അവരെ കൊടുക്കുന്നത്. ഇയാൾക്ക് 0 എക്സ്പെൻസിലാണ് റൺ ചെയ്യുന്നത്. അടിപൊളിയായി നിൽക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് വന്ന ഒരു കോമ്പറ്റീറ്റർ ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് കോയ കേസിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മിസ്രി ഒരാളെ കൊടുത്തിട്ട് അയാൾക്കൊരു 100 രൂപ കടം ചോദിച്ചു. ഇയാൾ 100 രൂപ കൊടുക്കുമ്പോൾ CID ഒന്ന് പിടിച്ചു. ഇയാളെ ട്രാപ്പിലാക്കിയതാണ്. അതോടുകൂടെ ഇയാളെ ഡീബാർ ചെയ്തിട്ട് കയറ്റി അയച്ചു. ആ ബിസിനസ് അന്ന് പൂട്ടേണ്ടി വന്നു. കാരണം ഇയാളാണ് അതിന്റെ തുടക്കം, ഇയാളാണ് അതിന്റെ അവസാനം. ഇയാൾ ഷട്ടിടണം, ഇയാൾ ഓടണം, ഇയാൾ മുനിസിപ്പാലിറ്റി പോകണം. ഇദ്ദേഹം ഒരാളി സൃഷ്ടിച്ചില്ല. കോടികൾ വില വരുന്ന വരുമാനമുള്ള പ്രോഫിറ്റ് ആയിട്ടുള്ള ബിസിനസ്. എന്നിട്ട് എന്നോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് പോയി നടത്തുമെന്ന്. എന്നിട്ട് ഞാൻ അജ്മാലിൽ പോയി നോക്കി. എനിക്ക് സംഭവം കണ്ടു. ഒരു ലോകം, അതിന്റെ വാതിലെവിടെ, അതിന്റെ അലമാര എവിടെ എനിക്ക് തന്നെ കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സോറി, എന്നെ കൊണ്ടാവൂല. കാരണം അത് ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് അദ്ദേഹം അതൊരു സിസ്റ്റം ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഡീവാർ ചെയ്താൽ പോലും ഇന്നും മില്യൺസ് വരുമാനം വരുന്ന ഒരു സ്ഥാപനം അവിടെ നിൽക്കുമായിരുന്നു. നമ്മളവിടെ നിൽക്കുമ്പോൾ അതിന്റെ വില അറിയില്ല. നമുക്കൊരു ദിവസം എന്തെങ്കിലും പറ്റി നാളെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടെ തകരുന്ന സമ്പ്രദായം ആവരുത് നമ്മുടെ ബിസിനസ്. അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ പോലത്തെ ആളുകൾ ആ ബിസിനസ്സിനെ ചെറിയ സമയം കൊണ്ട് തന്നെ സിസ്റ്റം ആക്കി കൊടുക്കും. ചിലപ്പോൾ അപ്പം വരുന്നൊരു ഇനീഷ്യൽ എമൗണ്ട് കണ്ട് മേടിക്കാതെ തകർന്നു പോകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഫ്യൂച്ചർ കാണുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയി. അല്ല, ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് സംബന്ധിച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിന് ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ കമ്പനി 10-20 കോടിയുടെയൊക്കെ ടേൺ ഓവർ ഉണ്ടാവും. അവരുടെ ബിസിനസ് ചിലപ്പോൾ സിസ്റ്റമാറ്റിക് അങ്ങനെ 10 ലക്ഷം രൂപ ചിലവഴിക്കേണ്ടി വരും. കാരണം അത്രയും ഇൻവോൾവ്മെന്റ് വേണ്ടി വരും. ആ ഇൻവെസ്റ്റ്മെന്റിൽ അവർക്ക് ഇറക്കുന്നത് വലിയ കോസ്റ്റ് ആയിട്ടാണ് കാണുക. നേരെ മറിച്ച് അവർ ഈ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് എത്രയോ അവരെ വണ്ടികൾ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാത്തത് കൊണ്ട് ഓരോ വർഷവും സ്ക്രാപ്പിലേക്ക് പോയി നഷ്ടം ആകുന്നത് 25-30 ലക്ഷമാണ്. ഇതറിയില്ല. ഏജിങ് സംഭവിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമൊന്നും അറിയില്ല. ഇത് പലപ്പോഴും പല ബിസിനസ്സുകാരും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഈ AI പോലുള്ള സംഗതികൾ പിന്നെ മാറിക്കൊണ്ടിരിക്കും. കസ്റ്റമർ ബിഹേവിയർ മാറുകയാണ്, ബിസിനസ് മോഡൽ തന്നെ കൺവെൻഷണൽ പാറ്റേൺ മാറുകയാണ്. അപ്പോൾ ഒരു AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ റോബോട്ടിക്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ബിസിനസ്സിൽ എത്രത്തോളം ഉണ്ട്? നിങ്ങളത് എങ്ങനെയാണ് സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുവിധം എല്ലാ എക്സിബിഷനിലും പങ്കെടുക്കാറുണ്ട്. പുതിയ അപ്ഡേഷൻ നിങ്ങൾ ചൈനയിലേക്കൊക്കെ ആളെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ പോകുമ്പോൾ പുതിയ അപ്ഡേഷൻ കാണും. ഞാൻ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
ഇന്റലിജൻസ് AI ഇന്റീരിയറിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്നതോടുകൂടെ പണ്ടൊരു ബിൽഡേഴ്സിന് ഒരു വലിയ മോക്കപ്പ് ഉണ്ടാക്കണമെങ്കിൽ 20 ലക്ഷം 40 ലക്ഷം ഒക്കെ വരും. അവരുടെ ബിൽഡിങ്ങിൽ ഇങ്ങനെ ആയിരിക്കും ഫ്ലാറ്റ് വരുന്നത്. ഇന്ന് AI ഉണ്ടായതുകൊണ്ട് അതിന്റെ ഒരു മോക്കപ്പ് വെർച്വൽ റിയാലിറ്റി റൂം ഉണ്ടാക്കി കൊടുക്കുന്നതോടുകൂടെ അവർക്ക് അത് വെറും ചെറിയ ക്യാഷിന് കിട്ടും. ഇന്ന് സിൽവാനിൽ AI ടെക് വന്നതിന് ശേഷം സിൽവാനിന് സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലും നെക്സ്റ്റ് വർഷത്തിൽ അമേരിക്കയിൽ ഓഫീസ് തുടങ്ങാൻ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ കയ്യിലുള്ളത് ഈ AI സോഫ്റ്റ്വെയർ ആണ്. അവിടെയുള്ള ഇതേപോലെ ഫാഗിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ ടൈപ്പ് ആയിട്ട് അവരുടെ ഓഫീസിന്റെ ഒരു പാർട്ട് നമുക്ക് തരികയും അവിടെ നമ്മളുടെ ഓഫീസിന്റെ പേര് വെക്കുകയും അവർക്ക് വരുന്ന വർക്ക് ലോഡ് നമ്മുടെ പയ്യന്മാർ 30 മിനിറ്റോട് 40 മിനിറ്റോട് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കും ബിസിനസ് നമുക്കും ബിസിനസ്. കൊളാബറേഷന്റെ നാടാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന സുവർണ അവസരമാണ് AI കൊടുത്തിട്ടുള്ളത്. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതെ, മാത്രമല്ല നിങ്ങളിപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും കൊളാബറേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം, എല്ലാത്തിൽ നിന്നും പൈസ 100% എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളത് ഒരു ബിസിനസ് വളർച്ച എപ്പോഴും തടയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. നേരെ മറിച്ച് എനിക്ക് 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 50 അവനും കിട്ടും, 50 എനിക്കും കിട്ടും. പക്ഷെ ആ 50 അവന് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്കെയിലബിലിറ്റി പലപ്പോഴും ഉണ്ട്. പക്ഷെ ആളുകൾക്ക് പേടി, ഇത് അവനും കിട്ടൂലേ, ആ ഷെയറിങ് പേടി പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ കൊളാബറേഷൻ ബിസിനസ് ഗ്രോത്തിൽ എത്രത്തോളം സാധ്യത ഉണ്ട്? ഇനി കൊളാബറേഷന്റെ വേൾഡാണ്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ 100 രൂപ കിട്ടി ഞാൻ 50 ആക്കുന്നതിന് പകരം 200 കിട്ടാൻ പോകുന്നത് കൊളാബ് ചെയ്യുമ്പോൾ. നമ്മൾ ഒറ്റയ്ക്ക് 100 ആണെങ്കിൽ നമ്മൾ കൊളാബ് ചെയ്യുമ്പോൾ 200 കിട്ടും. നമ്മൾ 100 ഒരു കേടും വരുന്നില്ല. ചിലപ്പോൾ 250 കിട്ടും, 125 നമുക്കും കിട്ടും, അപ്പുറത്തെ ആൾക്ക് 125 കിട്ടും. പണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് 100 കിട്ടുന്നില്ല. 10,000 കിട്ടാൻ സാധ്യത. 10,000 ഷെയർ ചെയ്യേണ്ടി വരുമെന്നുള്ള മടിയാണ് പലർക്കും. ചില ആളുകൾ വിചാരം എന്റെ ബിസിനസ് ട്രിക്ക് അല്ലെങ്കിൽ എന്റെ ബിസിനസ് രഹസ്യം എനിക്ക് മാത്രം അറിയുന്നതാണ്, അത് ഞാൻ തന്നെ ഇങ്ങനെ കൊണ്ടുവരും. അതൊക്കെ തെറ്റായ ധാരണ. അതിലൊക്കെ മുകളിൽ എത്തിയിട്ടുണ്ട് വേൾഡ്. നമ്മളിപ്പോഴും ബാക്കിലാണെങ്കിൽ ബാക്കിൽ നിൽക്കേണ്ടി വരും. അതൊക്കെ എന്റെ മുകളിൽ എത്തി. നമ്മളിലേറെ ടെക്നോളജിയിലാണ്. നമ്മുടെ ബിസിനസ് ഓപ്പൺ ആണ്, സുതാര്യമാണ്. അതേ സ്പേസിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ കൈ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അടുത്ത സ്റ്റെപ്പ് ഒരുമിച്ച് കയറാൻ പറ്റുന്നില്ല. ഒരു കൂട്ടമായിട്ട് തിരമാല വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. 4 ആളുകൾ കൈ കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. കടലിന്റെ മുന്നിൽ കൂട്ടുകാർ കൈ പിടിച്ച് നിൽക്കുന്നത്, വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലൊക്കെ. അതുപോലെയാണ് ലൈഫ്. ഞങ്ങളും തന്നെ ഞങ്ങളുടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം 3 രാജ്യങ്ങളിൽ നമ്മൾ ഓഫീസ് ഇനി പെട്ടെന്ന് തുറക്കാൻ പറ്റും. കാരണം അവിടെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളായിട്ട് പോയി ഓഫീസ് ബിൽഡ് ചെയ്ത് ക്ലയന്റിനെ കണ്ടെത്തുമ്പോഴേക്കും വർഷങ്ങൾ നേരെ മറിച്ച് അവർക്ക് അവിടെ സ്ട്രെങ്ത് ഉണ്ട്, അവർക്കും ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് ഉണ്ട്, അവരെ എക്സ്പെർട്ടൈസ് ഉണ്ട്. രണ്ടും കൂടെ മെർജ് ചെയ്യുമ്പോൾ അവർക്കും വലിയ സൊല്യൂഷൻ കിട്ടുന്നു, ക്ലയന്റിലേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നു, അവർക്കും വലിയ രീതിയിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നു. അതാ ഞാനിപ്പോ ഒന്ന് അമേരിക്കയിൽ പോയാലേ നാളെ ഓഫീസ് തുടങ്ങാൻ പറ്റും നിങ്ങളോട് പറഞ്ഞത് ആ ഒരു കൊളാബറേഷൻ്റെ ഒറ്റ പേരില്ല. എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബറാണ്, അദ്ദേഹം ടെക്സാസിലുള്ളത്. എന്നെ വിളിക്കുകയാണ്, നമുക്ക് അവിടെ ഓഫീസ് തുടങ്ങും, നീ ഒന്നും അറിയണ്ട, ഒരു സ്റ്റാഫിന് വെച്ചോ, അയാൾക്കുള്ള സാലറി കൊടുത്താൽ മതി. ഒരു സ്റ്റാഫിന് ഒരു കൊല്ലം സാലറി കൊടുത്താൽ ഇയാളെ 2 വർക്ക് കിട്ടിയാൽ അയാളെ സാലറി ആവും. നാളെ നമ്മൾ പറയുമ്പോൾ സിൽവാൻ എഴുതുമ്പോൾ അമേരിക്ക എന്ന് എഴുതാൻ പറ്റും. എൻ്റെ ചെറുപ്പത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്ത സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. അതും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഒരു ഓഫീസ് വരുമ്പോൾ കോടികൾ ഉണ്ടായിരുന്ന ഒരു കാലം മാറിയിട്ട് കൊളാബറേഷനിൽ വരികയാണെങ്കിൽ വിത്തൗട്ട് ഇപ്പോൾ കസാഖ് മഞ്ചാലി എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ അമേരിക്ക തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ബാക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. നിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഓഫീസ് ഫ്രീ ആയിട്ട് കിട്ടണം, അവരുടെ റിലേഷൻ ഫ്രീ ആയിട്ട് കിട്ടണം. ഇതാണ് കൊളാബറേഷൻ. ഒന്നും കിട്ടാത്ത ഒരു മാർക്കറ്റിൽ നമുക്ക് 50 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതിൽ 25 വേറെ ആൾ കൊടുക്കേണ്ടി വരുന്നു പേടിച്ചിട്ട് അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പൊ പലർക്കും അതാണ് മടിയുള്ളത്. ഇപ്പൊ ഈ ബിസിനസ് ജീവിതത്തിൽ കുറെ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ടാവും. പലപ്പോഴും ബിസിനസ് ഇപ്പം ഇന്നലെ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവും, നാളെ ഉണ്ടാവും. അപ്പൊ ഈ പ്രതിസന്ധി ഒരു ബിസിനസ് ലൈഫ് ഏറ്റവും നേരിട്ടതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അത് എങ്ങനെയാണ് രസകരമായിട്ട് ഹാൻഡിൽ ചെയ്തത്? എൻ്റെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. ബിസിനസ്സിലേക്ക് വരുന്ന മുന്നേ തന്നെ വീട്ടിലെ പ്രധാനമായിട്ട് വരുമാനം കൊണ്ടുവരുന്ന ബ്രദേഴ്സാണ്. അതിലൊരു ബ്രദറിനാണ് അസുഖം വരുന്നത്. അവനക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രതിസന്ധിയുടെ മേഖലയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്, ഈ ഷോറൂം തുടങ്ങുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പിന്നീടുള്ളൊന്നും വലിയ പ്രതിസന്ധി തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നോട്ട് നിരോധനം, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കൊറോണ, വെള്ളപ്പൊക്കം, വെള്ളച്ചാട്ടം, എല്ലാ പ്രശ്നങ്ങളും ഘോഷയാത്ര പോലെ വന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി 2015 ഞങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള പുത്രത്താണിൽ ഞങ്ങൾക്കൊരു മാള് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആളുകൾ, 4 ആളുകൾ 5 ആളുകൾ ചേർന്നിട്ട് ഒരു ഹല മാൾ എന്ന് പറഞ്ഞിട്ട് ഹല വെൽക്കം എന്നുള്ളൊരു മാൾ പ്ലാൻ ചെയ്തു ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ. സത്യത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലാൻ ചെയ്ത് 2015. അതിന് ഈ ഘോഷയാത്രകൾ വന്നപ്പോൾ അതെല്ലാം ഞങ്ങളെ പ്ലാൻ തെറ്റിച്ചു, പ്രതിസന്ധിയായി. അത് പ്രേതാലയം പോലെ നിലന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ അവസാനം അതിന്റെ സ്ക്വയർ ഫീറ്റ് വിൽക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കംപ്ലീറ്റ് അപ്പോൾ പ്രതിസന്ധികൾ ഓരോന്ന് വരുമ്പോഴും അത് അതിജയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉന്മേഷം കിട്ടണം. ഒരു പൈലറ്റ് പണ്ട് പറയുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിൽ ഞാൻ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഈ ലോകം കീഴടക്കിയ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിരുന്നു. ഒരുപാട് യാത്രക്കാരെ വെച്ചിട്ട് ഒരു പൈലറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ
സക്സസ് ആയിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്. അതുപോലെ പ്രതിസന്ധികൾ ഓരോന്നും നമ്മൾ തരണം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉയരത്തിലേക്ക് എത്തണം, കേപ്പബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഞാൻ അവസാനത്തെ നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഈ ബിസിനസ്സിലേക്ക് മുമ്പത്തേനേക്കാളും ഒക്കെ പാഷനേറ്റ് ആയിട്ട് ഇന്ന് കുറേ കുട്ടികൾ കടന്നു വരുന്നു. മുമ്പ് ജോലിക്ക് പോകുന്നതായിരുന്നു, ഇന്ന് ഓരോ കുട്ടികളും. ഇപ്പോൾ എനിക്ക് രസകരമായൊരു ചോദ്യം ഉള്ളത്, ഈ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്നിട്ട് പറയും, ചേട്ടാ എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്കും എന്തെങ്കിലും ചെയ്യണം. പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല, വീട്ടുകാർ പഠിക്കാനാണ് പറയുന്നത്, 9ാം ക്ലാസ്സിലിരിക്കുന്ന പയ്യനാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഒരു പാഷനായിട്ട് കുറേ കുട്ടികൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ബിസിനസ്സിൻ്റെ ലൈഫ് സ്റ്റൈല്, സോഷ്യൽ മീഡിയയിൽ അവൻ ഉപയോഗിക്കുന്ന കാറ്, അവൻ്റെ യാത്രകൾ, ഇതൊക്കെ കണ്ടിട്ടാണ്. പക്ഷെ ഇതിനപ്പുറത്ത് വേറെ കുറേ സംഗതികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകളോട് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരോട് എന്താണ് പറയാനുള്ളത്? ഒന്ന് അവർക്ക് വേണ്ടിയിട്ടൊന്ന്. ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, വിഷനും മിഷനും പോലെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ സിൽവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിൽവാനിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓടി നടക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം സിൽവാൻ എല്ലാ വർഷവും പാവപ്പെട്ട 600 സ്ക്വയർ ഫീറ്റിൽ താഴെ വീട് വെച്ച ആളുകൾക്ക് 200-300 ആളുകൾക്ക് ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. സിൽവാനിലെ 2030 വിഷനിൽ കൊടുത്തിട്ടുള്ളത് 5000 പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുള്ളതാണ്. ഞങ്ങളെ തന്നെ ബ്രാൻഡാണ് ബേബി വിറ്റ. അതും പാവപ്പെട്ട സാധാരണ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. അത് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ അതിനും ഞങ്ങളൊരു പർപ്പസും ഒരു വിഷനും സെറ്റ് ചെയ്തിട്ടുള്ളത് 2030 ആകുമ്പോൾ 1 മില്യൺ പാവപ്പെട്ട കുട്ടികളെ ഫ്രീ ആയിട്ട് ഫീഡ് ചെയ്യുന്നതാണ്. ഇത് എത്തിക്കുന്നതിന് വേണ്ടി ഓടൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്കൊരു പാഷനാവും. അല്ലെങ്കിൽ ഒരു ലിമിറ്റിൽ എത്തിക്കഴിയുമ്പോൾ കുറച്ച് ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ അഹങ്കാരികളായിട്ട് മാറും. ഇന്ന് നമുക്ക് എത്ര ക്യാഷ് കിട്ടാലും തികയില്ല. കാരണം നമ്മൾ ഈ വിഷനിലേക്ക് എത്തണമെങ്കിലും ഈ പർപ്പസിലേക്ക് എത്തണമെങ്കിലും നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ഇല്ലാതെ ഓടേണ്ടത് കയറും. അത് ബിസിനസ്സിൽ നിങ്ങൾ എപ്പോൾ ഇറങ്ങാനും നിങ്ങളുടെ മുന്നിൽ നല്ലൊരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. സൊസൈറ്റിക്ക് ഉപകാരമുള്ള ഒരു പർപ്പസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ഫീൽഡാണ്, ഇനി നിങ്ങളെ കാലമാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്കുമൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറേ ലേണിങ്സ് കിട്ടിയൊരു സംഭവമാണ്. സാധാരണ രീതിയിൽ നിന്നൊരു പേഴ്സണൽ സ്റ്റോറി ടെല്ലിങ്ങിനും അപ്പുറത്ത് ഒരു ഓൺട്രപ്രണറോട് അതിൻ്റെ ക്വാളിറ്റി പാർട്ടുകളാണ് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ധാരാളം ബ്രാൻഡുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ബ്രാൻഡ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബ്രാൻഡ് സ്റ്റുഡിയോയിൽ വരാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ വളരെ ഉപകാരപ്പെടുന്ന രീതി ഞങ്ങളുമായിട്ട് ഇതെല്ലാം പങ്കുവെച്ച സിൽവൻ സാർ, പ്ലീസ്. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു.